ഹലോ ഹായ് എവ്രി വൺ, എല്ലാവർക്കും സൈലം SSCRRBയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, വീണ്ടും ഇംഗ്ലീഷിൽ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഏത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് അല്ലേ, വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വൊക്കാബുലറി പഠിക്കാം, അനേകമായിരം വേർഡ് ഉണ്ടല്ലോ, ഇതൊക്കെ എപ്പോഴാ പഠിച്ചു തീരുക എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ആൾക്കാർ, കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ ചിലപ്പോൾ. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒറ്റമൂലിയാണെന്ത്, യെസ്, അതിനകത്ത് വൺ ഓഫ് ദ സൊല്യൂഷൻസ് ആണ് റൂട്ട് വേർഡ് വെച്ചിട്ട് വൊക്കാബുലറി പഠിക്കുക എന്നുള്ളത്. റൂട്ട് വേർഡ് എടുത്തിട്ട് വൊക്കാബുലറി പഠിക്കുക എന്നുള്ളത് കേട്ടോ. അത് വലിയൊരു മെത്തേഡ് തന്നെയാണ്. നമുക്ക് കുറേ വേർഡുകൾ അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും. പല രീതികളുണ്ട് വൊക്കാബുലറി പഠിക്കാൻ, പല രീതികളുണ്ട്, പല മെത്തഡ്സ് ഉണ്ട്. സോ അതിൻ്റെ അകത്ത് ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോണത്. സെറ്റാണേ? എല്ലാവരും റെഡിയാണേ? വൊക്കാബുലറി പഠിക്കാൻ ഇഷ്ടമാണല്ലോ, അങ്ങനെ കരുതാണ് ഞാൻ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂട്ട് വേർഡ് വെച്ചുള്ള വൊക്കാബുലറി പഠനമാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ബാച്ചസ് അല്ലേ, ലൈവ് ആയിട്ടുള്ള ഇവിടെ നമ്മുടെ SSCRRBന്റെ ബാച്ചസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് മക്കളെ. അതിനകത്ത് ആദ്യം ALP ബാച്ചിനെ കുറിച്ചാണ് പറയാനുള്ളത്. ജസ്റ്റ് 3999 ആണ് വരുന്നത്. അതായത് 4000 രൂപയുടെ താഴെയാണ് കോഴ്സിന്റെ ഫീസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻസ് ക്ലോസ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് നിങ്ങളൊരു ALP അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, റെയിൽവേയിൽ, ഇന്ത്യൻ റെയിൽവേസിൽ ലോക്കോ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജോയിൻ ചെയ്യാം. ഇനി അടുത്തത് CGL ഓഫീസേഴ്സ് ബാച്ച് ആണ്. ഏതാണ് CGLന്റെ ഓഫീസേഴ്സ് ബാച്ച്? അതായത് SSC ത്രൂ കേന്ദ്ര സർക്കാർ ജീവനക്കാരാവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ, കസ്റ്റംസ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ജോയിൻ ചെയ്യുക. ജസ്റ്റ് 5999 ആണ് ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത്. മെയ് 27-ാം തീയതി, ഡേറ്റ് ഓർമ്മിച്ച് വെച്ചോ, മറക്കണ്ട. മെയ് 27-ാം തീയതിയാണെന്ത് നമ്മുടെ CGL ബാച്ച് ഒക്കെ ആരംഭിക്കുന്നത് കേട്ടോ. മെയ് 27. അപ്പോൾ ഉടനടി സീറ്റ്സ് ഉറപ്പിച്ചോളുക. RPF ബാച്ചും ഉണ്ട്, റെയിൽവേയിൽ പോലീസ് ആവാൻ ആഗ്രഹിക്കുന്നവർ അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് 2999 ഒരു ബാച്ചും കൂടി വരുന്നത്. മെയ് 15-ാം തീയതിയാണ് നമ്മുടെ RPF ബാച്ച് വരുന്നത്. എന്നാണ് മെയ് 15. അപ്പൊ മെയ് 15 മറക്കേണ്ട, ഡേറ്റ്സ് ഒന്നും മറന്നുകൊണ്ട. മെയ് 15-ന് RPF ബാച്ച് തുടങ്ങുന്നു, മെയ് 27-ന് SSC ബാച്ച് തുടങ്ങുന്നു, ദെൻ ALP ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട് ആൻഡ് അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ കാര്യത്തിലേക്ക് കടന്നാലോ? യെസ്, അപ്പൊ നമ്മൾ വേർഡ്സ് പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യത്തെ വേർഡ് ഏതാ? ഫിഡ് എന്നുള്ള വേർഡ്. ഫിഡ് എന്നുള്ള റൂട്ട് വേർഡ് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? യെസ്, ഫെയ്ത്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഫെയ്ത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിള്ളേരെ കേട്ടോ. ഫെയ്ത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓക്കെ, ശരി. അപ്പൊ അതിൻ്റെ അകത്ത് ഫിഡ് വെച്ചിട്ടുള്ള വേർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ചില വേർഡുകൾ ആരംഭിക്കുന്നത് ഫിഡിലായിരിക്കും, ചില വേർഡിന്റെ നടുവിലായിരിക്കും ഫിഡ് എന്നുള്ള വേർഡ്. ഏതൊക്കെയാണ് ആ വേർഡുകളടാ? ആദ്യത്തെ നോക്കിയ കോൺഫിഡന്റിൽ ഒരു ഫിഡ് ഇല്ലേ? യെസ്, അപ്പൊ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വേർഡ് തന്നെയാണത്. കോൺഫിഡൻഷ്യലിലും ഉണ്ടെന്ത്? ഫിഡ്. ഫിഡലിറ്റിയിലും ഉണ്ടെന്ത്? ഫിഡ്. ദെൻ കോൺഫിഡന്റ് എന്നൊരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ, അതിലും ഉണ്ടെന്ത്? ഫിഡ്. അപ്പൊ ഫിഡ് വെച്ചിട്ടുള്ള വേർഡുകളായി. ഇതിലൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് പറയണമെന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ വേർഡ് കോൺഫിഡൻറ്റ്, നമുക്ക് അറിയുന്ന വേർഡാണല്ലോ. അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എക്സാം പാസ്സാവും എന്നുള്ള കാര്യത്തിൽ അവൻ ഭയങ്കര ആത്മവിശ്വാസമുള്ള ആളാണ്. ആത്മവിശ്വാസത്തിന്റെ വേർഡാണെന്ത്? യെസ്, ആത്മവിശ്വാസമുള്ള ആളെയാണ് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എന്ന് പറയാം അല്ലേ. കോൺഫിഡൻസ്, ആത്മവിശ്വാസം. കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള അഡ്ജക്റ്റീവ് ആണ് കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? thoroughly trusting yourself in your ability to do something. എന്തോ ചെയ്യാനുള്ള ആ ഒരു കരുത്ത് നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആര്? ആത്മവിശ്വാസമുള്ള ആള് കേട്ടോ. സെറ്റാണേ? അപ്പൊ കോൺഫിഡൻസ് കിട്ടി. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്റൻഡഡ് ടു ബി കെപ്റ്റ് സീക്രറ്റ് അല്ലേ. അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യമായിട്ടുള്ള കേട്ടോ, പ്രൈവറ്റ് ആയിട്ടുള്ള, സീക്രട്ട് ആയിട്ടുള്ള, അപ്പോൾ രഹസ്യമായിട്ടുള്ളതാണ് കോൺഫിഡൻഷ്യൽ. അതൊരു കോൺഫിഡൻഷ്യൽ മാറ്റർ ആണ്, എനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല എന്നൊക്കെ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാറില്ലടാ. അപ്പൊ അതാണ് കോൺഫിഡൻഷ്യൽ കേട്ടോ. ഇനി ഫിഡലിറ്റി എന്താ? ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലോയൽറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിനെസ് എന്നുള്ളതാണ്. ലോയൽറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിനെസ് എന്നുള്ളതാണ് ഫിഡലിറ്റി. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യും, ഇൻ എന്നുള്ളത്. ഇൻഫിഡലിറ്റി കേട്ടോ. വിശ്വാസവഞ്ചനയാണത് ഇൻഫിഡലിറ്റി. ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലോയൽറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിനെസ് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വേർഡ് കോൺഫിഡന്റ് അല്ല, കോൺഫിഡന്റ് അല്ലേ. കോൺഫിഡന്റ് എന്നാണ്, ചെറിയൊരു സൗണ്ട് വ്യത്യാസം ലാസ്റ്റിലേക്ക് വരും. കോൺഫിഡന്റ് അല്ല, കോൺഫിഡന്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെയും ഓർത്ത് വെക്കുക. ഡാ എന്ന് വിളിച്ചാൽ എന്താ? നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡാ. അതായത് നമ്മുടെ ഉറ്റ സുഹൃത്ത്, നമ്മുടെ എല്ലാ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും പോയി പറയുന്ന ഒരാൾ, ഒരു ഗോ ടു പേഴ്സൺ
അല്ലേ, നമ്മളെയൊക്കെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ എന്നൊക്കെ പറയുന്ന ഒരാൾ, അയാളാണ് ഈ കോൺഫിഡന്റ് എന്ന് പറയുന്നത്. ഇതാണ് കോൺഫിഡന്റ് കേട്ടോ. അപ്പോൾ ഡാ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരാളുടെ അടുത്ത് പോയി എന്തെങ്കിലും കാര്യം പറയുന്നതെന്ന് ഓർത്താൽ മതി. ഡാ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും ആ ഒരു ഉറ്റ സുഹൃത്തിനടുത്ത് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്, നമ്മുടെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ. അത് സൂക്ഷിക്കുന്ന ആളാണ് കോൺഫിഡന്റ്. ഡാ ഡാ എന്ന് പറഞ്ഞാൽ കോൺഫിഡാ അല്ലെ, കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആളാണ്. മറ്റേത് ഇ ആണ് ഇവിടെ, കോൺഫിഡന്റ് കേട്ടോ. കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള, കോൺഫിഡന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൂക്ഷിക്കുന്ന ആൾ. എ പേഴ്സൺ യു ട്രസ്റ്റ് ആൻഡ് ഷെയർ യുവർ ഫീലിംഗ്സ് ആൻഡ് സീക്രറ്റ്സ് വിത്ത്. നിങ്ങളെല്ലാം തനി സ്വഭാവം അറിയുന്നവരാണ് കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ ഫിഡ് വെച്ച് സെറ്റായി. ഫിഡ് കണ്ടാ പിടിച്ചോളം വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്. ഫെയ്ത്തുമായിട്ട് അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണെന്ത്? യെസ്, ഫിഡ് എന്നുള്ളത് കേട്ടോ. ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം. ഓക്കെ, മൂവിങ് ഓൺ. ഓക്കെ, ആന്ത്രപ്പോ ആണ് അടുത്ത വേർഡ് വരുന്നത്. എന്താണ് ആന്ത്രപ്പോ? ആന്ത്രപ്പോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹ്യൂമൻ എന്നുള്ള അർത്ഥമോ, മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്നാണ് ആന്ത്രപ്പോ എന്നുള്ള റൂട്ട് വേർഡ് കേട്ടോ. ഈ റൂട്ട് വേർഡിന്റെ അർത്ഥം മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്നുള്ളതാണ്. അപ്പൊ ആന്ത്രപ്പോളജി കേട്ടില്ലേ? നരവംശ ശാസ്ത്രമാണെന്ത്? യെസ്, ആന്ത്രപ്പോളജി പറഞ്ഞാല് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ റേസ്, ഇറ്റ്സ് കൾച്ചർ ആൻഡ് സൊസൈറ്റി, ദെൻ ഇറ്റ്സ് ഫിസിക്കൽ ഡെവലപ്മെന്റും, ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്ത്? യെസ്, ആന്ത്രപ്പോളജി. ഇവിടെ ആന്ത്രോ വന്നില്ലേ? ആന്ത്രപ്പോ വന്നു ഇവിടെ ഇല്ലേ? യെസ് യെസ്. അപ്പൊ ഇവിടെ ഒരു ആന്ത്രപ്പോ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതിലുണ്ട് എന്ത്? ഫിലാന്ത്രോപ്പി. ഫിലാന്ത്രോപ്പി പറഞ്ഞാൽ എന്താ? യെസ്, അല്ലെങ്കിൽ മനുഷ്യ സ്നേഹമാണ്. മനുഷ്യനോടുള്ള മറ്റു മനുഷ്യന്മാരോടുള്ള അല്ലെങ്കിൽ മനുഷ്യകുലത്തിനോടുള്ള സ്നേഹം, അതാണ് എന്ത്? ഫിലാന്ത്രോപ്പി എന്ന് പറയുന്നത്. ദ ഡിസയർ ടു പ്രൊമോട്ട് ദ വെൽഫെയർ, മറ്റുള്ളവരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു ആഗ്രഹം, അതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഫിലാന്ത്രോപ്പി എന്ന് വിളിക്കാം. എക്സ്പ്രസ്ഡ് എസ്പെഷ്യലി ബൈ ദ ജനറസ് ഡൊണേഷൻ ഓഫ് മണി ടു ഗുഡ് കോസസ്, നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്, മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പൈസ കൊടുക്കുന്നവരെ എന്ത് വിളിക്കാം? അപ്പോ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വിളിക്കാം. അവസാനം ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നാക്കിയിട്ട് നമുക്ക് വിളിക്കാം. ഫിലാന്ത്രോപ്പിസ്റ്റ് കേട്ടോ. ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹം എന്നുള്ള നൗണാണ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ആളെ, മനുഷ്യ സ്നേഹം, നന്മ ആഗ്രഹിക്കുന്ന ആ ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വിളിക്കുക കേട്ടോ. ഇനി മിസ്ആന്ത്രോപ്പോ. എടാ, മിസ് എന്നുള്ള റൂട്ട് വേർഡ് കണ്ട എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഹെയ്റ്റ്, ഡിസ്ലൈക്ക് ഉള്ള എന്നൊക്കെ ഓർക്കണം. ഹെയ്റ്റ്രഡ് ഉള്ള അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്ന എന്നൊക്കെ ഓർക്കണം മിസ് എന്നുള്ള റൂട്ട് വേർഡ് കാണുമ്പോൾ. അപ്പൊ എന്താ മിസ്ആന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ആന്ത്രോപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന വേർഡാണ്. എന്ത്? മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ മിസ്ആന്ത്രോപ്പ് എന്തായിരിക്കും? മനുഷ്യനെ ഡിസ്ലൈക്ക് ചെയ്യുന്ന, മനുഷ്യ ഗണത്തിന് അല്ലെ, മനുഷ്യ രാശിനെ തന്നെ അല്ലെങ്കിൽ അതിനെ വെറുക്കുന്ന ആളാണ് ആര്? മിസ്ആന്ത്രോപ്പുകൾ എന്ന് മനസ്സിലാക്കണം. മിസ്ആന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് ഹ്യൂമൻ കൈൻഡ് ആൻഡ് അവോയ്ഡ്സ് ഹ്യൂമൻ സൊസൈറ്റി കേട്ടോ. സെറ്റാണ്. ആന്ത്രോപ്പോ മീൻസ് ഹ്യൂമൻ. ആന്ത്രോപ്പോളജി പഠിച്ചു, ഫിലാന്ത്രോപ്പി പഠിച്ചു, മിസ്ആന്ത്രോപ്പി പഠിച്ചു, മിസ്ആന്ത്രോപ്പും പഠിച്ചു. യെസ്. ഇനി ഗ്യാം. എടാ, ഗ്യാം എന്ന് ഓർക്കണം എന്താ? മാരേജ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ യൂണിയൻ എന്നാണ് അർത്ഥം വരിക. അതെങ്ങനെ പഠിക്കാന്നറിയോ? മാരേജ് അല്ലെങ്കിൽ യൂണിയൻ എന്നൊക്കെ ഉള്ളത് ഒരു ഗെയിമാണ് അല്ലേ? ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞ ഒരു ഗെയിം പോലെ തന്നെയാണ്. ചിലർ അതിൻ്റെ അകത്ത് ജയിക്കാറുണ്ട്, ചിലർ അതിൻ്റെ അകത്ത് തോറ്റു പോകാറുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ചിലർ ഈ ഒരു പരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൽ എന്താ ജയിക്കാറുണ്ട്, തോക്കാറുണ്ട്. അങ്ങനെ ഓർക്കാലോ, ഗെയിം എന്ന് ഓർത്തൂടെ. അപ്പൊ ഗ്യാം എന്ന് എവിടെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം എന്ത്? യെസ്, അത് മാരേജുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് മോണോഗമി കണ്ടോ, ഇവിടെ ഒരു ഗ്യാം ഇല്ലേ? പോളിഗമി ഇവിടെയുണ്ട് ഗ്യാം. ദെൻ മിസോഗമിസ്റ്റ്, ഗ്യാമഫോബിയ. അപ്പൊ ഇവിടെയൊക്കെ ഗ്യാം എന്നുള്ള വേർഡ് ഉണ്ട്. എന്താ ഡിനോട്ട് ചെയ്യുന്നത്? മോണോ എന്ന് പറഞ്ഞാൽ എന്താ? മോണോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്ന് എന്നുള്ള അർത്ഥമല്ലേ? മോണോയിൽ എന്തുണ്ട്? വൺ എന്നുള്ള ഒരു വേർഡ് ഇവിടെ അല്ലേ? വൺ, മോണോ അല്ലെ? വൺ എന്നുള്ള രീതിയിൽ അത് കണക്ട് ചെയ്യുക. അപ്പൊ ഒന്ന് അല്ലെ? മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന അർത്ഥം. മോണോഗമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം യെസ്, ഒരു പാർട്ട്ണർ ഉള്ള സിസ്റ്റം, ഒരു പാർട്ട്ണർ മാത്രമുള്ള, ദ പ്രാക്ടീസ് ഓഫ് മാരിങ് വൺ പേഴ്സൺ അറ്റ് എ ടൈം, ഒരു പാർട്ട്ണർ മാത്രമുള്ള സിസ്റ്റമാണ് മോണോഗമി. ഓക്കെ, ഒരാളെ മാത്രം കല്യാണം കഴിക്കല്. ഇനി പോളിഗമി എന്തായിരിക്കും? എടാ, പോളിഗൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അല്ലെ, കുറെ വശങ്ങളുള്ള അല്ലെ, അതാണ് പോളി എന്ന് പറഞ്ഞാൽ അല്ലേ. പോളി എന്ന് പറഞ്ഞാൽ മെനി എന്ന അർത്ഥം വരിക. പോളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെനി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ സെറ്റ്. പോളിഗമി എന്തായിരിക്കും? ആ ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉള്ള അവസ്ഥ, ഒന്നിലധികം ഭാര്യയോ ഭർത്താവോ ഉള്ള സിസ്റ്റമാണ് പോളിഗമി എന്ന് പറയുന്നത് കേട്ടോ. ഒന്നിലധികം ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ പാർട്ട്ണർ ഉള്ള സിസ്റ്റത്തിനെയാണ് അത് പറയാം. ദ പ്രാക്ടീസ് ഓർ കസ്റ്റം ഓഫ് ഹാവിംഗ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം. വൺ വൈഫ് അല്ലെങ്കിൽ ഇണ എന്നുള്ള രീതിയിലാണ്.
ശരി, മിസോഗമിസ്റ്റ് ആരാ? മിസോഗമിസ്റ്റ് ആരാ? യെസ്, നമ്മൾ പറഞ്ഞു നേരത്തെ എന്താ മിസോഗമിസ്റ്റ്, മിസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ഡിസ്ലൈക്ക് ആണ്, ഹേറ്റ്രഡ് ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ എന്തിനെ വെറുക്കുന്നത്? അതായത് കല്യാണത്തിന് വെറുക്കുന്ന ആളാണ് ആര്? മിസോഗമിസ്റ്റ്. വൺ ഹു ഹേറ്റ്സ് മാരേജ്, വൺ ഹു ഹേറ്റ്സ് അല്ലെങ്കിൽ വൺ ഹു ഡിസ്ലൈക്സ് മാരേജ് എന്നുള്ളതാണ്. ശരി, ഗ്യാമഫോബിയ എന്തായിരിക്കും? എടാ, ഫോബിയ എന്നുള്ള വേർഡ് കാണുമ്പോൾ എന്ത് പിടിക്കണം? അയ്യോ, എന്തോ ഒരു പേടി അല്ലെങ്കിൽ എന്തോ ഒരു എന്തിനോ കുറിച്ചുള്ള പേടിയാണ്, ഫിയർ ആണ് എന്നുള്ള കാര്യം ഓർത്ത സെറ്റ്. ഫോബിയ മീൻസ് ഫിയർ ആണ് മക്കളെ. ഫോബിയ മീൻസ് ഫിയർ. സെറ്റാണ്, കിട്ടുമല്ലോ. ഫോബിയ മീൻസ് ഫിയർ ആണ്. ഗ്യാമഫോബിയ പറഞ്ഞാൽ എന്താ? കല്യാണത്തിനോടുള്ള പേടിയില്ലേ? 20s ഒക്കെ കഴിയുമ്പോൾ ചിലർക്ക് ആ ഒരു പേടിയൊക്കെ തുടങ്ങാറുണ്ട്. മിക്കവാറും ആൾക്കാരൊക്കെ അത് പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് അല്ലേ? യെസ്, അപ്പോൾ ഗ്യാമഫോബിയ എന്താണ്? ദ ഫിയർ ഓഫ് മാരേജ് ഓർ കമ്മിറ്റ്മെന്റ്. ഓക്കെ, സെറ്റ്. ഗ്യാം മീൻസ് മാരേജ് അല്ലെങ്കിൽ യൂണിയൻ കേട്ടോ. ഇനിയാണ് ഗൈൻ. ഇതാണ് ഗൈൻ എന്നുള്ള വേർഡ്. ഗൈൻ മീൻസ് വുമൻ ഓർ ഫീമെയിൽ. വുമൻ അല്ലെങ്കിൽ ഫീമെയിൽ എന്നാണ് ഗൈൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഗൈൻ വെച്ചിട്ടും കുറെ വേർഡുകളുണ്ട്, നോക്കാം. ഇനി ഗൈൻ എങ്ങനെ ഓർക്കണം എന്നറിയോ? ജിന്നെന്ന് ഓർക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഗൈനിന് ജിന്നെന്നാക്കിക്കൂടെ അല്ലേ? സ്ത്രീകൾ ജിന്നാണ്. നമ്മൾ ദുൽഖർ സൽമാൻ പറയുന്നത് അത് ജിന്നാണ് ബഹൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദുൽഖർ സൽമാന്റെ സിനിമയിൽ കേട്ടോ, ചാർലി എന്ന് പറയുന്ന സിനിമയിൽ ജിന്നാണ് ബഹൻ എന്ന് പറയുന്നുണ്ട്. എന്തിനാ? ദുൽഖർ സൽമാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താക്കിയാൽ മതി? നമ്മളിവിടെ എന്താക്കുന്നു? സ്ത്രീകളെ ജിന്നാക്കി മാറ്റുന്നു അല്ലേ? നല്ല അർത്ഥത്തിലാണ് പറയുന്നത്, പോസിറ്റീവായിട്ട് കാണണേ. ഒരു കോഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നേ. അപ്പോൾ ജിന്നാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗൈന്ന് കിട്ടും, സ്ത്രീകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേർഡാണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് അറിയുന്ന, എല്ലാവർക്കും അറിയുന്ന വേർഡാണ് ഗൈനക്കോളജി അല്ലേ? അപ്പൊ അതെന്താ? ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീലിംഗ് വിത്ത് ദ ഫംഗ്ഷൻ ആൻഡ് ഡിസീസസ് സ്പെസിഫിക് ടു വിമൻ ആൻഡ് ഗേൾസ്. സ്ത്രീകളും പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട രോഗങ്ങളിലെ അല്ലെങ്കിൽ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന സ്പെസിഫിക് ബ്രാഞ്ച് ആണെന്ത്? ഗൈനക്കോളജി. ആ ഒരു ഡോക്ടറെ എന്ത് വിളിക്കും? ഗൈനക്കോളജിസ്റ്റ് എന്ന് വിളിക്കും അല്ലെ? ഗൈനക്കോളജി ഡീൽ ചെയ്യുന്ന ഒരു ഡോക്ടറെ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇനി പോളിഗൈനി അല്ല, പോളിജിനി എന്നാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് കേട്ടോ. പോളിജിനി. അതെന്തായിരിക്കും? അപ്പൊ പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നല്ലേ അർത്ഥം? മോർ ദാൻ വൺ എന്നൊക്കെയുള്ള അർത്ഥം അല്ലേ? ഒന്നിലധികം ജിനി. എന്തായിരിക്കും? ഒന്നിലധികം ഭാര്യമാർ എന്നുള്ളതാണ് കേട്ടോ. ഹാവിങ് മോർ ദാൻ വൺ വൈഫ് അറ്റ് എ ടൈം. ഓക്കെ, സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒന്നിലധികം സ്ത്രീകൾ അല്ലെ? ഒന്നിലധികം സ്ത്രീകൾ പാർട്ട്ണറായിട്ട് വരുമ്പോൾ അതിനെന്ത് വിളിക്കും? പോളിജിനി എന്ന് പറയുന്ന സിസ്റ്റം ആണെന്ന് പറയണ്ടേ. ഇനി മിസോജിനിസ്റ്റ് എന്തായിരിക്കും? പലരും മിസോജിനിസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയാറുണ്ട്, അത് വലിയ വിവാദമാവാറുമുണ്ട്. അപ്പൊ മിസോജിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ത്രീ വിരുദ്ധമായിട്ടുള്ള, സ്ത്രീ വിരോധിയായിട്ടുള്ള എന്നുള്ള രീതിയിൽ വരും കേട്ടോ. എ മാൻ ഹു ഹേറ്റ്സ് വിമൻ. എ മാൻ ഹു ഹേറ്റ്സ് വിമൻ ആണ് ആര്? മെസോജനിസ്റ്റ് കേട്ടോ. മെസോജനിസ്റ്റ്, സ്ത്രീ വിരോധി അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള എന്നർത്ഥവും വരുന്നുണ്ട് അതിന്. ഇനി ഗൈനഫോബിയ എന്തായിരിക്കും? ഫോബിയ ഫിയർ ആണ്. ഗൈനഫോബിയ എന്തായിരിക്കും? സ്ത്രീകളോടുള്ള പേടി. സ്ത്രീകളെ കാണുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികളെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടടാ? ഗൈനഫോബിയ ഉണ്ട് എന്നാ പറയേണ്ടത്. എന്താണ്? ഗൈനഫോബിയ ഉണ്ട് എന്നാ പറയേണ്ടത് കേട്ടോ. ശരി, ഇനി ഗൈനോക്രസി. ഇവിടെയൊക്കെ ഗൈൻ എന്നുള്ള വേർഡ് വരുന്നുണ്ടേ, നോക്കണേ, ശ്രദ്ധിക്കണേ. ഗൈനോക്രസി എന്താ? എടാ, ക്രസി നോക്ക് മക്കളെ. ക്രസി അല്ലെങ്കിൽ ആർക്കി, ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് എന്താ അറിയോ? ഗവൺമെന്റ്. ഗവൺമെന്റ് എന്നുള്ളതാണ്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗവൺമെന്റ് എന്നുള്ളതാണ് ക്രസി അല്ലെങ്കിൽ ആർക്കി എന്ന് പറയുന്ന വേർഡ് കേട്ടോ. ഗവൺമെന്റ് അല്ലെങ്കിൽ റൂൾ എന്നാണ്. അപ്പൊ ഗൈനോക്രസി ആര് ഭരിക്കുന്നതായിരിക്കും? എടാ, സ്ത്രീകളാണ് ഒരു രാജ്യം ഭരിക്കുന്നതെങ്കിൽ അവിടെ എന്താ? ഗൈനോക്രസി ആണെന്നാ പറയേണ്ടത് അല്ലേ? ഇവിടെ എന്താ? ഡെമോക്രസിയാണ്. ഇന്ത്യയിൽ സ്ത്രീകളാണ് ഏതെങ്കിലും നാട് ഭരിക്കണമെങ്കിൽ അവിടെ എന്താ? ഗൈനോക്രസി ആണ് അല്ലെങ്കിൽ ഗൈനാർക്കി എന്ന് പറയാം കേട്ടോ. ഗൈനാർക്കി ആണ് എന്നാണ് നമ്മൾ അവിടെ പറയേണ്ടത്. സെറ്റാണേ. മൂവിങ് ഓൺ, അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് അല്ലേ? അടുത്ത ഒരു ഭാഗമാണ് ആൻഡ്രോ. അടുത്ത റൂട്ട് വേർഡ് ആണ് ആൻഡ്രോ. എടാ, തൊട്ടു മുമ്പേ പറഞ്ഞു സ്ത്രീകൾ ജിന്നാണെന്ന് പറഞ്ഞു. ജിന്ന് എന്ന് പറഞ്ഞാൽ ഗൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗൈന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട വേർഡ് വേണ്ടേ? അതെന്താ? ആൻഡ്രോ. എന്താണ്? ആൻഡ്രോ എന്നുള്ളതാണ് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട വേർഡ്. ആൻഡ്രോ. എടാ, അതെങ്ങനെ ഓർക്കാന്നറിയോ? ഈ പേരിൽ ഒരാളെ അങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നത് ആൻഡ്രൂസ്. എന്ത്? ആൻഡ്രൂസിനെ പഠിക്കി. ആൻഡ്രൂസ് ആണല്ലേ? ആണുങ്ങളുടെ പേരല്ലേ? അപ്പൊ ആൻഡ്രോ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? ആണുങ്ങളുമായി ബന്ധപ്പെട്ട എന്ന് കിട്ടണം. റൂട്ട് വേർഡ് ആൻഡ്രോജനസ്. അതെന്തായിരിക്കും സംഭവം? പാർട്ട്ലി മെയിലും പാർട്ട്ലി ഫീമെയിൽ. എടാ, അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ആൻഡ്രോ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുമായി ബന്ധപ്പെട്ടത്. ജിൻ എന്ന് പറഞ്ഞാൽ, ഗൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീകളുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ആണും പെണ്ണും കൂടിയ, അതായത് പാർട്ട്ലി മെയിൽ ആൻഡ് പാർട്ട്ലി ഫീമെയിൽ ഇൻ അപ്പിയറൻസ്. പകുതി ആണിനെ പോലെയും പകുതി സ്ത്രീയെ പോലെയും ചിലരെ കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അയാളാണെന്ത്? ആൻഡ്രോജിനസ് ആയിട്ടുള്ള ആള്.
എന്താണ്? ആൻഡ്രോജിനസ് ആയിട്ടുള്ള ആള്. അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ, ആൻഡ്രോ എന്ന് പറഞ്ഞ ആണ്, ഗായ് എന്ന് പറഞ്ഞാൽ സ്ത്രീ, ആൻഡ്രോജിനസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയ എന്നുള്ള രീതിയിൽ കേട്ടോ. പാർട്ട്ലി മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് അപ്പിയറൻസിൽ വരിക കേട്ടോ. ഇനി ആൻഡ്രോളജി എന്താ? നമുക്കറിയാം ലജി അല്ലേ, അല്ലെങ്കിൽ ലോജി എന്ന് പറയുന്ന വേർഡ് എന്താ? എപ്പോഴും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക? ദ സ്റ്റഡി ഓഫ് സംതിങ് എന്നല്ലേ, ദ സ്റ്റഡി ഓഫ് സംതിങ്. സെറ്റ്. അപ്പോ ലോജി എന്നുള്ള വേർഡ് കാണുമ്പോൾ അത് പറയുന്നത് ലജി എന്നായിരിക്കും. ആ വേർഡിന്റെ കൂടെ ലജി എന്നുള്ള സോഷ്യോളജി എന്നല്ല പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നില്ല അല്ലേ. അത് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, ആൻഡ് വായിക്കുമ്പോൾ ലജി എന്നാണ് കേട്ടോ. അപ്പോൾ നോക്ക്, ആൻഡ്രോളജി എന്തായിരിക്കും? ആൻഡ്രോളജി എന്തായിരിക്കും? യെസ്, എ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പ്രോബ്ലംസ് റിലേറ്റഡ് ടു മെൻസ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ആണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ ഗൈനക്കോളജി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് പറഞ്ഞു. അങ്ങനെ ആണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ എസ്പെഷ്യലി അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പഠനം, ആ ബ്രാഞ്ച് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ സയൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ സയൻസിന്റെ ഒരു വിഭാഗമാണ് എന്ത്? ആൻഡ്രോളജി എന്ന് പറയുന്നത്. ആൻഡ്രോളജി കേട്ടോ. സെറ്റ്. ഇനി അടുത്തതിൽ ഇവിടെയും ആൻഡ്രോ ഉണ്ട്, ഇവിടെയും ആൻഡ്രോ ഉണ്ട്, ഇവിടെയും ആൻഡ്രോ ഉണ്ട് അല്ലേ. മിസാൻഡ്രി, ഞാൻ പറഞ്ഞിട്ടുണ്ട് മിസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ഹേറ്റഡ് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് എന്ന്. അപ്പൊ മിസാൻഡ്രി എന്തായിരിക്കും? ഹേറ്റഡ് ടുവേർഡ്സ് മെൻ ആണ് കേട്ടോ. മിസാൻഡ്രി എന്ന് പറഞ്ഞാൽ ഹേറ്റഡ് ടുവേർഡ്സ് മെൻ എന്നുള്ളതാണ്. സെറ്റാണ്. അപ്പോൾ അവരെ ആണുങ്ങളെ വെറുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, പെൺപിള്ളേര് അല്ലെങ്കിൽ സ്ത്രീകൾ ഉണ്ടെങ്കിൽ എന്താ അവരെ പറയേണ്ടത്? അവര് മിസാൻഡ്രിസ്റ്റുകളാണ്. ആൻഡ് ആ ഒരു കാര്യത്തിന് പറയണത് മിസാൻഡ്രി എന്നുമാണ് കേട്ടോ. ആൻഡ്രോസെൻട്രിക്. എടാ, സെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെൻട്രിക് എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃതമായിട്ടുള്ള, എന്തോ ഒന്നിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അർത്ഥം വരിക. അപ്പൊ ആൻഡ്രോസെൻട്രിക് എന്താ? പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള, എന്താണ്? പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള എന്നാണ് അർത്ഥം വരിക, ആണുങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള. അപ്പൊ അവിടെയുണ്ട് ആൻഡ്രോ ആൻഡ് സെൻട്രിക് എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡും കൂടി ഉള്ള ഒരു മെർജ് ചെയ്യുന്നതല്ലേ ഇവിടെ അല്ലേ, ക്ലബ് ചെയ്തതാണ്. ആൻഡ് അങ്ങനെ ഒരു വേർഡാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? യെസ്, ആൻഡ്രോയും സെൻട്രിക്കും കൂട്ടിയപ്പോ ആണുങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള എന്നായി. സെറ്റ്. ഇനി പോളിയാൻഡ്രി എന്തായിരിക്കും? പോളി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം എന്നുള്ള അർത്ഥം അല്ലേ പോളി എന്ന് പറഞ്ഞാല്. അപ്പൊ പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആണുങ്ങൾ എന്തായിട്ട്? ആ പാർട്ട്ണറായിട്ട്, ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് എ ടൈം. ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ് അറ്റ് എ ടൈം. ഒന്നിലധികം ആണുങ്ങൾ അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഉള്ള സിസ്റ്റത്തിനെയാണ് എന്ത് പറയാ? പോളിയാൻഡ്രി എന്ന് പറയാം. അപ്പോൾ ആൻഡ്രോ വെച്ചും കിട്ടി, ആൻഡ്രോജിനസ്, ആൻഡ്രോളജി, മെസാൻഡ്രി, ആൻഡ്രോസെൻട്രിക്, പോളിയാൻഡ്രി. യെസ്, ഇത്രയും വേർഡുകൾ സെറ്റാണെന്ന് ഞാൻ കരുതിക്കോട്ടെ. നമ്മളൊന്നും കാണാപ്പാടം പഠിച്ചിട്ടില്ല, നമ്മളെല്ലാം ഓർത്ത് വെക്കാനുള്ള കുറുക്കു വഴികളോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളോ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സെഷൻ ക്ലിയർ ആണോ? ഇൻഫോർമേറ്റീവ് ആയിരുന്നോ? സെറ്റാണോ കാര്യങ്ങൾ ഇത്രയും പഠിച്ചത്? അപ്പൊ ഇനിയും ഇങ്ങനത്തെ റൂട്ട് വേർഡ്സ് വെച്ച് വരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് കാണിക്കണം, കമന്റ് ബോക്സിലും ലൈക്കിന്റെ രൂപത്തിലും. ഓക്കെ, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, പോയിട്ട് ഓട്ടോമാറ്റി സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അപ്പൊ കൂടുതൽ സെഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണേ. ഓക്കെ, അപ്പൊ സെറ്റാണെന്ന് കരുതുകയാണ്. അപ്പൊ ഇന്നത്തേക്ക് ഈ ഒരു കാര്യത്തോടു കൂടി ഇന്ന് ഞാൻ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.